നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഫെബ്രുവരി 11 മകരമാസത്തിലെ അവസാന ബുധനാഴ്ചയാണ്. ഇന്ന് അത്യന്തം ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തന്നെ ഇന്നേ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. മകരമാസത്തിലെ അവസാന ബുധനാഴ്ചയായ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും സർവ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമാണ്. ഇന്നേ ദിവസം പ്രവർത്തിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സാക്ഷാൽ ഭഗവാന് അവിൽ നിവേദ്യം നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ്. അത് വീടുകളിലാണ് എങ്കിലും നിങ്ങൾക്ക് നടത്താവുന്ന ഒരു വഴിപാടാണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എങ്കിലും നടത്താം. ഇന്നേ ദിവസം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് ഭഗവാന് അവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അവിൽ സമർപ്പണം നടത്താവുന്നതാണ്. കുചേലന് സമ്പൽ സമൃദ്ധി നൽകിയ ഭഗവാൻ ഈ ദിവസം ഭക്തിപൂർവം അവിൽ നിവേദിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറുവാനും ധനവർദ്ധനവിനും ഏറ്റവും ഉത്തമമാണ് എന്നും പരാമർശിക്കുന്നു. അതിനാൽ ഇന്നേ ദിവസം ധനവർദ്ധനവിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവിൽ നേദിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമമായ വഴിപാട്. രണ്ടാമത്തെ കാര്യം, ഇന്നേ ദിവസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉയർച്ച, അതായത് വിദ്യയിൽ ഉയർച്ച വന്നു ചേരുവാൻ ഇന്നേ ദിവസം വിദ്യാഗോപാല മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. കാരണം ബുധനാഴ്ച ബുധഗ്രഹത്തിന്റെ ദിവസം കൂടിയാണ്. ബുദ്ധിശക്തിയുടെ കാരകനാണ് ബുധൻ. വിദ്യാർത്ഥികളുടെ പഠന മികവിനും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ആ കുട്ടിയുടെ പേരിൽ വിദ്യാഗോപാല മന്ത്ര പുഷ്പാഞ്ജലി നടത്തുകയാണ് എങ്കിൽ അത് വളരെ വിശേഷമായി തന്നെ കരുതുന്നു. ആ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാനും സഹായകരമാണ് ഈ വഴിപാട് നടത്തുന്നത്. അതിനാൽ തീർച്ചയായും വിദ്യാർത്ഥികളെ ഒപ്പം കൊണ്ടുപോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഇപ്രകാരം ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാട് ആ വീട്ടിലെ കുട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിൽ നടത്തുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ദാനധർമ്മം തന്നെയാണ്. ദാനധർമ്മം നടത്തുന്നത് മഹാപുണ്യമായി തന്നെ കണക്കാക്കുന്നു. നിർധനരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നടത്താം. അല്ലെങ്കിൽ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, അത് പുസ്തകം, പേന പോലുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ദാനം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമായ കാര്യമാണ്. കൂടാതെ ഇന്നേ ദിവസം ചെറുപയർ ദാനം ചെയ്യുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് എങ്കിൽ അത് അകറ്റുവാൻ ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നു. കൂടാതെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറയ്ക്കുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം ഇപ്രകാരം ദാനധർമ്മം ചെയ്യുന്നത്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അന്നദാനത്തിന്റെ ഭാഗമാകുവാൻ സാധിക്കുന്നു എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു തുക, അത് ഒരു 50 രൂപയാണ് എങ്കിലും അത് നൽകി അന്നദാനത്തിന്റെ ഭാഗമാകുന്നത് ഇന്നേ ദിവസം ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യവും പ്രവർത്തിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത്
അവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. അതും ഉത്തമമായി തന്നെ കണക്കാക്കുന്നു. കൂടാതെ ഒരു തുളസിയില ശുദ്ധിയോടെ പറിച്ച് ആ തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ ചാർത്തി അഥവാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ ഭഗവാന് ഇന്നേ ദിവസം തുളസിമാല അണിഞ്ഞ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു കാര്യമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ അത് അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രവർത്തിക്കാവുന്നതാണ്. ഇന്നേ ദിവസം ഭഗവാന് പ്രത്യേകിച്ചും ചില മന്ത്രജപം സർവ ഐശ്വര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിന് കാരണമായി തീരും. ഇനി ആ മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെ ജപിക്കാം, സന്ധ്യാവേളയിൽ ജപിക്കാം. ഇനി അഥവാ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് രാത്രിയിലാണ് എങ്കിൽ രാത്രി സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തേതായ മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാണ്. ഭഗവാന്റെ മൂലമന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നാണ്. ഓം ക്ലീം കൃഷ്ണായ നമഃ, ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെയോ സന്ധ്യാവേളയിലോ രാത്രിയിലാണ് എങ്കിലും ജപിക്കാം. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കണം. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രജപം നടത്തുന്നതും വിശേഷാൽ ഫലം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. ഈ മന്ത്രജപം നിത്യവും നിങ്ങൾ ശീലമാക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു മന്ത്രം തന്നെയാണ് ഭഗവാന്റെ മൂലമന്ത്രമായ ഈ മന്ത്രം. തീർച്ചയായും ഇന്നേ ദിവസം 108 അല്ലെങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജപിക്കേണ്ടതായ മന്ത്രം ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം തന്നെയാണ്. ഈ മന്ത്രവും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇപ്രകാരം ജപിക്കാം. കൂടാതെ മഹാമന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ഭഗവാന്റെ മഹാമന്ത്രം ഇപ്രകാരമാണ്. ഈ മന്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കലിയുഗത്തിൽ തീർച്ചയായും ഏവരും ജപിക്കണം എന്ന് പരാമർശിച്ചിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത്. കലിയുഗത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുവാനും ഈശ്വരാധീനം നിലനിർത്തുവാനും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിലനിർത്തുവാനും നിങ്ങൾക്ക് ഈ മന്ത്രജപം ഉത്തമവുമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏവരും ജപിക്കാറുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാറുള്ള സുപരിചിതമായ മന്ത്രം തന്നെയാണ് ഇത്. എന്നാൽ ഈ മന്ത്രത്തിന് ഇത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യം കൂടി ഏവരും അറിയുക. ഇന്നേ ദിവസം ഈ മന്ത്രം കേൾക്കുന്നത് പോലും അത്ര പുണ്യമാണ് എന്നാണ് പറയുക. അതിനാൽ മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമവും അഥവാ ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ 108 ജപിക്കുന്നത് ഉത്തമമാണ്. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുക. പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. തീർച്ചയായും ഏവരും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം കൂടി നടത്തി ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.